ഹലോ ഗൈസ്, ഞങ്ങളങ്ങ് ദൂരെ ദൂരെ നോർത്താംപ്ടണിലാണ്. ലക്ഷ്യം ഒരിക്കലും ക്യാരംസ് കളിച്ച് ഇവരെ പൊട്ടിക്കണം എന്നുള്ളതല്ല. ഇന്നാണ് അമ്മുവിന്റെ കോൺവെക്കേഷൻ. സോ മാഡം ജി രാവിലെ തന്നെ പോയി ചെറിയൊരു ഹെയർ മേക്ക് ഓവർ നടത്തി വന്നേക്കുക. ഇങ്ങനെ ഇരുന്ന മുടിയാണ് ഇതങ്ങനായത്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നാ വേണേലും ചെയ്തോ എന്ന് മമ്മി പറഞ്ഞത് ഞങ്ങൾ അങ്ങ് കാര്യമായിട്ട് അതിലെ നൂറിന്റെ ഒന്നും എടുത്തെത്തൂല. കൊള്ളാം. സംഭവം എനിക്ക് ഇഷ്ടമായെങ്കിലും അങ്ങനെ അങ്ങ് സംഭവിച്ചു കൊടുക്കാൻ നോക്കുവോ? ഇന്ന് ഞാനാണ് ഇവളുടെ പുട്ടിയടി സ്പോൺസർ. ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്ത് വലിയ പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിക്കണ്ട, എന്റെ കയ്യിലുള്ള മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് ഒരലക്കലക്കും. എന്റെ ദൈവമേ, മൈക്കിൾ ഏലിയാസ്, ജാക്സൺ ഏലിയാസ്, വിക്രം ഏലിയാസ് പോലെ ആവാതിരുന്നാ മതിയായിരുന്നു. ഒഴുകാണ്. ഇവളെ പോലെ ഇവളെ പോക്കാൻ ഇവളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. സെൽഫ് ലവിന്റെ ഒരു ഭയാനകമായ വേർഷൻ ഞാൻ അവളിൽ കണ്ടു. ഞാൻ എന്തായാലും ഹാപ്പിയായി. അമ്മൂനെ അങ്ങനെ ഒരുക്കി പറഞ്ഞു വിട്ട് ഞങ്ങൾ പതിയെ റെഡിയായി. എന്നെ നോക്കണത് ഒരു പുഴയുടെ സൈഡിലാട്ടോ നോർത്താംപ്ടൺ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. ഞങ്ങള് മൂന്നുപേരും കൂടി പതിയെ നടന്നാ വന്നേ, കാരണം കുഞ്ഞുങ്ങൾക്ക് ഗ്രാജുവേഷൻ ഹാളിലേക്ക് എൻട്രി ഇല്ല. സോ ഞങ്ങൾ വേറൊരു ഹാളിൽ വന്നിരുന്നു. അവിടെ പരിപാടിയൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. ദേ അമ്മു, ഞാൻ ഭയങ്കര പ്രൗഡാട്ടോ. അവൾ എന്നെ പോലെയല്ല, കുറച്ച് പഠിപ്പി സൈഡാണ്. സോ അവൾക്ക് കിട്ടുന്ന ഓരോ അക്കാദമിക് അച്ചീവ്മെന്റ്സ് ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. ഇവിടെ ഒരാള് ഒരുറക്കം കഴിഞ്ഞു. ആ ഗ്യാപ്പിന് മാക്സിമം പോയി കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഈ ഫ്ലവേഴ്സ് എപ്പോഴും മനുഷ്യന് സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. A bouquet of flowers can brighten up anyone's day എന്നല്ലേ? ഓ, അഭിനയം പറയേയില്ല. ചിരിക്കാൻ പറയുമ്പോൾ അങ്ങനത്തെ എപ്പൊ ചിരിക്കാൻ പറഞ്ഞാലും കിറി ഇങ്ങനെ മലത്തി കാണിക്കും. വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കാണ്. എന്നിട്ട് പറയും തണുക്കുന്നുണ്ടാന്ന്. ഇന്ന് മമ്മീനെ ഒരുക്കിയത് ഞാനാ. ക്രെഡിറ്റ് ഒന്നും വേണ്ട, എന്നാലും ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് ആക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈസുവെങ്ങാനും കയറ് പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ച് ഫുഡ് വീട്ടിലേക്ക് ഓർഡർ ചെയ്തു. ഇന്നിപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അവളുടെ കുറച്ച് ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. അവളുടെ കുറച്ച് പ്രഹസനങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. വി ഓൾ ഹാഡ് എ ഗ്രേറ്റ് ടൈം. അപ്പൊ ഗൈസ്, ബൈ ബൈ.